എൻ്റെ പേര് ഡോക്ടർ ഗ്ലാക്സൺ അലക്സ്. ഞാൻ ഷെണൈസ് കെയറിൽ കൺസൾട്ടൻറ്റ് റൊമറ്റോളജിസ്റ്റായി സേവനമനുഷ്ഠിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് ലൂപ്പസ് എന്ന അസുഖത്തെക്കുറിച്ച് സംസാരിക്കാനാണ് പോകുന്നത്. മെയ് 10 ലോകമെമ്പാടും ലൂപ്പസ് ദിനമായി ആചരിക്കുകയാണ്. ഇപ്പോഴും ജനങ്ങൾക്കിടയിൽ ഈ അസുഖത്തെക്കുറിച്ചുള്ള അവബോധം വളരെ കുറവാണ്. മാത്രമല്ല, തെറ്റിദ്ധാരണകൾ വളരെ കൂടുതലുമാണ്. ലൂപ്പസ് രോഗികൾക്കും അവരെ പരിചരിക്കുന്നവർക്കും ഈ രോഗത്തെക്കുറിച്ചുള്ള ശരിയായ ധാരണ വളരെ ആവശ്യമാണ്. എന്താണ് ലൂപ്പസ്? സിസ്റ്റമിക് ലൂപ്പസ് എരിത്തമറ്റോസിസ് അഥവാ SLE എന്ന ചുരുക്കപ്പേരോട് പറയുന്ന അസുഖത്തിനാണ് ലൂപ്പസ് എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ലൂപ്പസ് ഒരു ഓട്ടോ ഇമ്മ്യൂൺ അസുഖമാണ്. ഓട്ടോ ഇമ്മ്യൂൺ അസുഖം എന്താണെന്ന് പറയാം. വളരെ സുസംഘടിതമായ ഒരു രോഗപ്രതിരോധ സംവിധാനമാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. നമ്മളെ പുറത്തുനിന്ന് അറ്റാക്ക് ചെയ്യുന്ന ബാക്ടീരിയ, വൈറസ്, ഫംഗസ് മുതലായവയെ ആക്രമിച്ച് പുറന്തള്ളുക എന്നതാണ് ഇതിൻ്റെ പരമപ്രധാനമായ ധർമ്മം. എന്നാൽ ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളിൽ ഈ രോഗപ്രതിരോധ സംവിധാനത്തിന് ചെറിയ തകരാറുകൾ സംഭവിക്കുകയും അത് നമ്മളുടെ ആരോഗ്യമുള്ള മറ്റ് കോശങ്ങളെ ആക്രമിക്കുകയുമാണ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ വേലി തന്നെ വിളവ് തിന്നുന്ന അവസ്ഥ. ലൂപ്പസ് എന്ന് കേൾക്കുമ്പോൾ നമ്മളിൽ ചിലരെങ്കിലും മുഖം ചുളിക്കുന്നുണ്ടാവാം, നെറ്റി ചുളിക്കുന്നുണ്ടാവാം. എന്താണ് ലൂപ്പസ്? ഈ അസുഖം കേരളത്തിലുള്ളവരിലൊക്കെ ഉണ്ട്. പണ്ട് വിചാരിച്ചിരുന്നത് പോലെ ഇത് വെസ്റ്റേൺ പോപ്പുലേഷനിൽ മാത്രമായിരുന്നു എന്നാണ്. പുതിയ പഠനങ്ങൾ പ്രകാരം 35,000 മുതൽ 45,000 രോഗികൾ വരെ ഈ അസുഖത്തിൽ കേരളത്തിൽ ബാധിതരാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ആർക്കാണ് ലൂപ്പസ് രോഗം ബാധിക്കുന്നത്? കുഞ്ഞു കുട്ടികൾ മുതൽ വാർദ്ധക്യത്തിലുള്ള ഒരു അപ്പൂപ്പനെ വരെ ഈ അസുഖം ബാധിക്കാമെങ്കിലും പ്രധാനമായും 15 മുതൽ 45 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകളിലാണ് ഇത് അധികമായി കണ്ടുവരുന്നത്. നിർഭാഗ്യവശാൽ ഇവരുടെ ലൈഫിൻ്റെ ഒരു പ്രൈം ടൈം എന്ന് പറയുന്ന ഒരു സമയത്ത് തന്നെയാണ് ഈ അസുഖം ഇവരെ കാർന്നു പിടിക്കുന്നത്. ഒരു മെയിൽ ഈസ്റ്റ് ഫീമെയിൽ അനുപാതം 9:1 എന്ന റേഷ്യോയിലാണ് 9 സ്ത്രീകൾക്ക് അഫക്റ്റ് ചെയ്യുമ്പോൾ ഒരു പുരുഷന്. അത്രയും കൂടുതലാണ് ഇത് സ്ത്രീകൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികൾ മുതൽ പ്രായാധിക്യമുള്ളവരിൽ വരെ ഇത് അഫക്റ്റ് ചെയ്യാമെങ്കിലും കൂടുതലും ഈ പ്രായത്തിലാണ് ഇത് കാണുന്നത്. ലൂപ്പസ് എന്തുകൊണ്ടാണ് വരുന്നത്? പ്രധാനമായും ഇതിന് പറയുന്ന കാരണങ്ങൾ സൂര്യരശ്മികളിലുള്ള അൾട്രാവയലറ്റ് B റേസ് ആണ്. രണ്ടാമതായി ജനിതക കാരണങ്ങളാണ് പറയുന്നത്. ചില ജീൻസുകൾ, HLA മുതലായ ജീൻസുകൾ ഇതിന് കാരണമായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഒരു 15 മുതൽ 20% ഫാമിലീസിൽ ലൂപ്പസ് കണ്ടുവരാറുണ്ട്. സ്ത്രീകളിലെ ഹോർമോൺസുകൾ ഈ ഗ്രൂപ്പിൽ അഫക്റ്റ് ചെയ്യാൻ കൂടുതൽ കാരണമായി പഠനങ്ങൾ കാണിക്കുന്നു. എന്തൊക്കെയാണ് ലൂപ്പസ് രോഗത്തിൻ്റെ രോഗലക്ഷണങ്ങളെന്ന് പരിശോധിക്കാം. അനവധ്യങ്ങളായ രോഗലക്ഷണങ്ങളും എന്നാൽ നമ്മൾ സാധാരണയായി മറ്റ് അസുഖങ്ങൾ കണ്ടുവരുന്ന രോഗലക്ഷണങ്ങളുമായിട്ടാണ് ലൂപ്പസ് രോഗികൾ പലപ്പോഴും വരുന്നത്. അത് അഫക്റ്റ് ചെയ്യുന്ന ഓർഗൻ്റെ അനുസരിച്ചിട്ടായിരിക്കും മിക്കപ്പോഴും അതിൻ്റെ രോഗലക്ഷണങ്ങൾ. ഉദാഹരണത്തിന് കോമൺ ആയിട്ട് സ്കിന്നിനെയാണ് അത് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്കിന്നിലുള്ള ചുവന്ന പാടുകളായിട്ടോ പ്രത്യേകിച്ച് കവിളിടങ്ങളിൽ കാണുന്ന ചുവന്ന പുള്ളികൾ, മാലാർ റാഷ് അഥവാ ബട്ടർഫ്ലൈ റാഷ് എന്ന് പറയും, അതായിട്ട് പ്രസൻറ്റ് ചെയ്യാം. ചിലവർക്ക് വിട്ടുമാറാത്ത ക്ഷീണമായിട്ടായിരിക്കും ലൂപ്പസ് പ്രസൻറ്റ് ചെയ്യുന്നത്. ചിലർക്ക് വിട്ടുമാറാത്ത പനി, മാസങ്ങളോളം നിൽക്കുന്ന പനിയായിട്ട് പ്രസൻറ്റ് ചെയ്യാം. ആർത്രൈറ്റിസ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാം, അതായത് സന്ധികളിലുണ്ടാവുന്ന നീരും വേദനയോടുകൂടിയ നീർക്കെട്ട്. പ്രധാനമായി ചെറിയ സന്ധികളെയാണ്, പിന്നെ പോകെ പോകെ വലിയ സന്ധികളെയും അത് അഫക്റ്റ് ചെയ്യാം. ആന്തരിക അവയവങ്ങളെ ബാധിച്ചു തുടങ്ങുമ്പോൾ ഇതിൻ്റെ ഭാവങ്ങൾ മാറി തുടങ്ങും. പ്രധാനമായി ഇത് അഫക്റ്റ് ചെയ്യുന്നത് കിഡ്നിയാണ്. ഇതിൽ പ്രധാനമായ ഒരു കാര്യം, ഈ കിഡ്നിയെ അഫക്റ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും ഇതിന് രോഗലക്ഷണങ്ങൾ ഉണ്ടാവില്ല എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ചിലപ്പോൾ യൂറിനിൽ ഉണ്ടാകുന്ന പതയോ അതോ നമ്മൾ റുട്ടീനായി ഒരു ടെസ്റ്റ് ചെയ്യുമ്പോൾ യൂറിനിൽ പ്രോട്ടീൻ ലീക്കോ ആയിട്ടായിരിക്കും ഇത് കാണപ്പെടുന്നത്. മറ്റൊരു പ്രധാന അവയവം ബ്രെയിനാണ്. ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യുമ്പോൾ ചിലവർക്ക് വിട്ടുമാറാത്ത തലവേദനയായി പ്രസൻറ്റ് ചെയ്യാം, ചിലവർ അപസ്മാരമായിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നത്, ചിലവർക്ക് ഒരു പക്ഷാഘാതമായി, അതായത് സ്ട്രോക്ക് ആയിട്ടും പ്രസൻറ്റ് ചെയ്യാറുണ്ട്, ഒരു സൈഡിൽ തളർച്ചയായിട്ട്. മാത്രമല്ല ശരീരത്തിലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏത് അവയവങ്ങളെയും ഇത് അഫക്റ്റ് ചെയ്യാം. വയറിനെ അഫക്റ്റ് ചെയ്യുമ്പോൾ വേദനയോട് കൂടിയ വയറുവേദന, ബ്ലഡിൽ മോഷനിൽ ബ്ലഡ് പോവുക മുതലായ കാര്യങ്ങളായി പ്രസൻറ്റ് ചെയ്യാം. ഹാർട്ടിനെ, ലങ്സിനെ അഫക്റ്റ് ചെയ്ത് അതിൽ വെള്ളക്കെട്ടായിട്ടും ഇത് ചിലപ്പോൾ പ്രസൻറ്റ് ചെയ്യാറുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ, ഈ വൈവിധ്യങ്ങൾ കൊണ്ട് തന്നെയാണ് ചിലപ്പോൾ ഇതിനെ ഒരു ഗ്രേറ്റ് മിമിക്കർ എന്ന് അഭിസംബോധന ചെയ്യാറുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ മിക്കപ്പോഴും രോഗി പല ഡോക്ടർമാരെയും കണ്ട് കറങ്ങിത്തിരിഞ്ഞ് ശരിയായ രോഗനിർണയത്തിൽ എത്തുമ്പോൾ ഒരു സിഗ്നിഫിക്കൻ്റായ കാലതാമസം നമ്മൾ കണ്ടുവരാറുണ്ട്. എങ്ങനെയാണ് SLE രോഗനിർണയം നടത്തുന്നത്?
ഒരു സിംഗിൾ ടെസ്റ്റിലൂടെ SLE രോഗനിർണയം വളരെ ദുഷ്കരമാണ്. വളരെ സിമ്പിളായ സ്ക്രീനിംഗ് ടെസ്റ്റുകൾ നമുക്കിതിന് ഉപയോഗിക്കാവുന്നതാണ്. കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, യൂറിൻ ടെസ്റ്റ് മുതലായവ. ബ്ലഡ് കൗണ്ടിൽ ചിലപ്പോൾ ടോട്ടൽ കൗണ്ട് കുറയുകയോ പ്ലേറ്റ്ലെറ്റ് കുറയുകയോ ചെയ്യാം. ESR മിക്ക ലൂപ്പസ് രോഗികൾക്കും വളരെ കൂടുതലായിരിക്കും. യൂറിൻ നോക്കുമ്പോൾ ചിലപ്പോൾ പ്രോട്ടീൻ ലീക്കോ മറ്റോ കാണാം. അപ്പോൾ നമ്മൾ ഈ മേൽപ്പറഞ്ഞ രോഗലക്ഷണങ്ങളോട് കൂടി ഒരു രോഗി വരികയും ഈ ടെസ്റ്റുകൾ ഇങ്ങനെ ESR കൂടുതലോ കൗണ്ട് കൂടുതലോ കുറവോ ഒക്കെ കാണുകയും ചെയ്താൽ നമുക്ക് ഇപ്പോൾ ANA എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റുണ്ട്, ആൻറ്റി ന്യൂക്ലിയർ ആൻറ്റിബോഡി. ഇത് ഇമ്മ്യൂണോഫ്ലൂറസൻസ് എന്ന ഒരു മെത്തേഡിൽ ചെയ്താൽ 99% ലൂപ്പസ് രോഗികളിലും ഇത് പോസിറ്റീവായിരിക്കും. എന്നിരുന്നാൽ തന്നെയും ANA പോസിറ്റീവായ എല്ലാ രോഗികൾക്കും ലൂപ്പസ് ആകണമെന്നുമില്ല. ഇത് സ്ഥിരീകരിക്കാൻ DSDNA, ആൻറ്റി സ്മിത്ത്, കോംപ്ലിമെൻറ്റ്സ് മുതലായ മറ്റ് നൂതന ടെസ്റ്റുകളും അവലംബിക്കാവുന്നതാണ്. ഇനി എന്തൊക്കെയാണ് ലൂപ്പസിൻ്റെ ചികിത്സാ രീതികൾ? ഒരു 2 പതിറ്റാണ്ട് മുന്നേ വരെ ലൂപ്പസ് രോഗികളുടെ മരണനിരക്ക് വളരെ കൂടുതലായിരുന്നു. എന്നാൽ റൊമറ്റോളജിയിലും ഇമ്മ്യൂണോളജിയിലും വന്ന പുതിയ പഠനങ്ങളും പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ വന്ന ചികിത്സാരീതികൾ ലൂപ്പസ് രോഗികളുടെ സർവൈവൽ റേറ്റ് വളരെയധികം കൂട്ടിയിരിക്കുകയാണ്. അവർക്ക് ഒരു നോർമൽ ജീവിതം നയിക്കാൻ ഇന്നത്തെ അവസ്ഥയിൽ സാധ്യമാണ്. ഇതിന് പ്രധാനമായി പണ്ട് അവലംബിച്ചുകൊണ്ടിരുന്നത് സ്റ്റിറോയിഡുകളെയാണ്. പക്ഷേ ഇപ്പോൾ പുതിയ മരുന്നുകൾ, സ്റ്റിറോയിഡിൻ്റെ സൈഡ് എഫക്റ്റുകൾ വളരെ കുറവുള്ളതും ലോങ് ടേമിൽ നമുക്ക് സേഫായി കഴിക്കാൻ പറ്റുന്നതുമായ പുതിയ മരുന്നുകൾ വളരെ സുലഭമായി അവൈലബിൾ ആണ്. പ്രധാനമായും ഹൈഡ്രോക്സി ക്ലോറോക്വിൻ, മൈക്കോഫെനിലേറ്റ് മൊഫെറ്റിൽ, അസാത്തിയോപ്രിൻ, ടാക്രോലിമസ് മുതലായ മരുന്നുകളാണ് ഉപയോഗിക്കുന്നത്. പുതിയതായി വന്ന ബെലിമുമാബ്, റിതുക്സിമാബ് മുതലായ ബയോളജിക്കൽ ചികിത്സാ രീതികളും ഇതിന് വളരെ ഫലപ്രദമായി പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. മറ്റൊരു സാധാരണ സംശയം, എത്ര കാലം ഞാൻ ഈ മരുന്ന് കഴിക്കേണ്ടി വരും എന്നും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ക്രോണിക് ഡിസീസാണ്. ഡയബറ്റീസ് പോലെയോ ഹൈപ്പർ ടെൻഷൻ പോലെയോ ഇതും ഒരു ക്രോണിക് ഡിസീസാണ്. കുറച്ച് കാലം നമ്മൾ ഇതിൻ്റെ മരുന്ന് ശരിയായി കഴിക്കേണ്ടി വരും. ഇതിൻ്റെ ചികിത്സയെ നമ്മൾ പ്രധാനമായി 2ആയി തരംതിരിക്കാം: ഇൻഡക്ഷൻ ഫേസ്, മെയിൻ്റനൻസ് ഫേസ്. ഇൻഡക്ഷൻ ഫേസ് എന്നാൽ രോഗത്തെ കൺട്രോളിൽ കൊണ്ടുവരുന്നതിനെയാണ് ഇൻഡക്ഷൻ ഫേസ് എന്ന് പറയുന്നത്. ആ സമയത്ത് ചിലപ്പോൾ മരുന്നുകളുടെ എണ്ണം കൂടുതലായിരിക്കാം, കുറച്ച് ചെറിയ ഡോസിൽ സ്റ്റിറോയിഡുകൾ കഴിക്കേണ്ടി വരാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്റ്റിറോയിഡുകൾ പതുക്കെ കുറച്ച് മറ്റ് സേഫായ മരുന്നുകളിലേക്ക് ആക്കി മെയിൻ്റനൻസ് ഫേസിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം പിന്നീട് പോകെ അതിൻ്റെ ഡോസുകൾ കുറയ്ക്കുകയും പ്രോബബ്ലി ഒരു 1-2 മരുന്നുകളിൽ, ഹൈഡ്രോക്സി ക്ലോറോക്വിൻ പോലത്തുള്ള ഒരു മരുന്നുകളിൽ ചിലപ്പോൾ നിർത്താനും നമുക്ക് സാധിച്ചേക്കാം. അപ്പം ലൂപ്പസ് എന്ന രോഗത്തെക്കുറിച്ച് നിങ്ങൾക്ക് ചെറിയ ധാരണ ഉണ്ടായി എന്ന് വിശ്വസിക്കുന്നു. ലൂപ്പസ് എന്ന രോഗം തീർച്ചയായും ചികിത്സിച്ച് കൺട്രോൾ ചെയ്ത് രോഗിക്ക് ഒരു സാധാരണ രീതിയിൽ ജീവിതം നയിക്കാൻ ഇന്നത്തെ അവസ്ഥയിൽ സാധ്യമാണ്. അപ്പോൾ നിങ്ങൾക്കോ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്കോ ഈ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു റൊമറ്റോളജിസ്റ്റിനെ കണ്ട് ശരിയായ രോഗനിർണയം നടത്തി ശരിയായ ചികിത്സാ രീതികൾ അവലംബിക്കേണ്ടതാണ്. താങ്ക് യു.